സംഖ്യാപുസ്തകം 10-ാം അധ്യായം. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, വെള്ളികൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക. അടിപ്പുപണിയായി അവയെ ഉണ്ടാക്കേണം. അവ നിനക്ക് സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും ഉതകേണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടേണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിൻ്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. 2-ാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ആകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതേണം. അവ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. അനന്തരം 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷ്യനിവാസത്തിന്മേൽ നിന്നു പൊങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മേഘം പാറാൻ മരുഭൂമിയിൽ വന്നു നിന്നു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യഹൂദ മക്കളുടെ കൊടിക്കീഴിലുള്ള പാളയം ഗണം ഗണമായി ആദ്യം പുറപ്പെട്ടു. അവരുടെ സേനാപതി അമീനാദാബിൻ്റെ മകൻ നഹശോൻ. ഇസഖാർ മക്കളുടെ ഗോത്രത്തിലെ സേനാപതി സൂവാരിൻ്റെ മകൻ നെഥനയേൽ. സ്വബൂലൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഹേലോൻ്റെ മകൻ ഏലിയാബ്. അപ്പോൾ തിരുനിവാസം അഴിച്ചു താഴ്ത്തി ഗെർശോന്യരും മോര്യരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ രൂബേൻ്റെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി ശെദയൂരിൻ്റെ മകൻ എലിസൂർ. ശിവയോന്റെ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി സുരിശദായുടെ മകൻ ശെലൂമിയേൽ. ഗാദ് മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ദെയുവേലിൻ്റെ മകൻ ഏലിയാസാഫ്. അപ്പോൾ കെഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. ഇവർ എത്തുമ്പോഴേക്ക് തിരുനിവാസം നിവർത്ത് കഴിയും. പിന്നെ എഫ്രൈം മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമീഹൂദിൻ്റെ മകൻ എലീശാമോ. മനശ്ശെ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ. ബെന്യാമീൻ്റെ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഗിദെയോനിയുടെ മകൻ അബീദാൻ. പിന്നെ അവരുടെ എല്ലാ പാളയങ്ങളിലും ഒടുവിലത്തേതായിരുന്ന ദാൻ മക്കളുടെ കൊടിക്കീഴിലുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമിഷദായുടെ മകനായ അഹിയസർ. ആശേർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഒക്രാൻ്റെ മകൻ പഗിയേൽ. നഫ്താലി മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഏനാൻ്റെ മകൻ അഹീര. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടപ്പോൾ ഗണം ഗണമായുള്ള അവരുടെ യാത്ര ഇങ്ങനെയായിരുന്നു. പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പനായ യെരൂവേൽ എന്ന മിദാന്യൻ്റെ മകനായ ഹോബാബിനോട്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളിച്ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യഹോവ ഇസ്രായേലിന് നന്മ ചൊല്ലിയിരിക്കൊണ്ട് നീ ഞങ്ങളോട് കൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വരുന്നില്ല, എൻ്റെ സ്വന്തം ദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുത്തേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞങ്ങളെ വിട്ടുപോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയമിറങ്ങേണ്ടതിന്
എങ്ങനെ എന്ന് നീ അറിയുന്നു? നീ ഞങ്ങളെ കണ്ണായിരിക്കും. ഞങ്ങളോടുകൂടെ പോന്നാൽ യഹോവ ഞങ്ങൾക്ക് തരുന്ന നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്കും ചെയ്യും എന്ന് പറഞ്ഞു. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുന്നോട്ടു പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ, എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ, യഹോവേ, അനേകായിരമായ ഇസ്രയേലിൻ്റെ അടുക്കൽ മടങ്ങി വരേണമേ എന്നു പറയും. ഇങ്ങനെ 10-ാം അധ്യായം അവസാനിക്കുന്നു.